ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 223. ഇങ്ങനെ ഓരോ കപ്പലിനും ഇതുപോലെ ഓരോ അടയാളം കൊത്തുക പതിവായിരുന്നു. ഇവിടെ ഈ അശ്വിനി ചിഹ്നമായിരുന്നു ഈ കപ്പലിൻ്റെ അണിയത്ത് കൊത്തിവെച്ചിരുന്നത്. ഓർപ്പിച്ചതുപോലെ ഗ്രീക്ക് പ്രമാണപ്രകാരം സൂയസ് ദേവന് ലിഡയിൽ ജനിച്ച ഈ സഹോദരങ്ങൾ കപ്പൽക്കാരുടെ കാവൽ ദേവന്മാരായിരുന്നു. ഈജിപ്തിൽ നിന്ന് റോമിലേക്ക് ഗോതമ്പ് കൊണ്ടുപോവുകയായിരുന്ന ഈ കപ്പലിൽ ഇവർ യാത്ര പുറപ്പെടും മുമ്പ് ആ ദ്വീപവാസികൾ ഹൃദ്യമായ ഒരു യാത്രയപ്പ് യാത്രക്കാർക്ക് നൽകി. 3 മാസത്തെ പരിചയവും സമ്പർക്കവും ഹൃദയസ്പർശിയാകുവാൻ മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. മരണവക്തത്തു നിന്ന് കഷ്ടിച്ചു മാത്രം രക്ഷപ്പെട്ട ഈ സഞ്ചാരികൾക്ക് ലഭിച്ച ഈ 3 മാസത്തെ സ്നേഹനിർഭരമായ ആതിഥ്യത്തെ അവരെങ്ങനെ മറക്കും? പലർക്കും രോഗസൗഖ്യവും ഒരു നവജീവിത ശൈലിയും പ്രദാനം ചെയ്ത ഈ ദൈവഭൃത്യന്മാരെ ദ്വീപവാസികളും എങ്ങനെ മറക്കുവാൻ കഴിയും? യാത്രാസംഘം കപ്പൽ കയറുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ അവർ കപ്പലിൽ കയറ്റി കൊടുക്കുവാനും മറന്നില്ല. ഇങ്ങനെ ഈ അലക്സാണ്ടൻ കപ്പൽ ഇവരെ വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു. അവരുടെ യാത്രയിൽ അവർ ആദ്യം സിസിലിയുടെ തലസ്ഥാനമായ സൂറക്കോസിൽ ഒരു 100 കിലോമീറ്റർ താണ്ടി എത്തുകയുണ്ടായി. ചരിത്രപ്രസിദ്ധമായ ഈ സൂറക്കോസ് ആർച്ചിയാസ് എന്ന ആളിൻ്റെ നേതൃത്വത്തിൽ കൊരിന്ത്യരും ഡോറിക്കുകളുമായ ഗ്രീക്കുകാർ BC 734 സിസിലിയുടെ കിഴക്കേ തീരത്ത് സ്ഥാപിച്ചതാണ് ഈ കോളനി. BC 212 റോമാക്കാർ ഇത് കൈവശമാക്കി. ഒന്നാം കിടയിലുള്ള 2 തുറമുഖങ്ങൾ ഈ സൂറക്കോസയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ അവർ കരയ്ക്കിറങ്ങി 3 ദിവസം താമസിച്ചു. ഈ സന്ദർഭം ഉപയോഗിച്ച് അവിടെ പലരോടും പൗലോസ് സുവിശേഷം അറിയിച്ചു. അവിടെ യഹൂദന്മാരും യഹൂദ മതാനുസാരികളും അടങ്ങിയ നല്ലൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇവരിൽ ചിലർ വിശ്വസിക്കുക തന്നെ ചെയ്തു. അങ്ങനെയെങ്കിൽ സിസിലിയുടെ ക്രിസ്തീയ സഭ സ്ഥാപിച്ചത് പൗലോസാണെന്നുള്ള പാരമ്പര്യം ശരിയാകുവാനും വളരെ സാധ്യതയുണ്ട്. അനുകൂലമായ കാറ്റ് ലഭിക്കാതിരുന്നത് കൊണ്ടാണ് ഈ സംഘം സുറക്കൂസയിൽ 3 ദിവസം താമസിച്ചത്. തുടർന്ന് ഇറ്റലിയുടെ തെക്കേ അറ്റത്തെ മുനമ്പായ റെഗ്യോനിലേക്ക് യാത്ര തിരിച്ചു. കാറ്റിപ്പോൾ അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ അല്പം ചുറ്റി ഓടി പൗലോസ് യാത്ര ചെയ്യുന്ന ഈ കപ്പൽ റെഗ്യോനിൽ എത്തി. മെസ്സിന കടലിടുക്കിൽ ഇറ്റലിയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ് ഇത്. ഈ തുറമുഖത്തിൻ്റെ കാവൽ പിതാക്കൾ ആയിരുന്നു ഇരട്ട സഹോദരങ്ങൾ അഥവാ കാസ്റ്ററും പോളക്സും. ഈ അശ്വിനി ചിഹ്നം മുഖമുദ്രയായിരിക്കുന്ന ഒരു കപ്പലാണ് ഇത് ഈ പുതുവർഷത്തിൽ ഇങ്ങനെ റെഗ്യോനിലെ തുറമുഖത്ത് പ്രവേശിക്കുന്നത്. റെഗ്യോനിലെ പുരാതന നാണയത്തിന്മേൽ ഇരട്ട സഹോദരങ്ങളുടെ മുദ്ര ഉണ്ടായിരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവിടെ അവർ കുറച്ച് ദിവസം താമസിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അനുകൂലമായ കാറ്റിനു വേണ്ടി കാത്തിരിക്കുവാൻ അധികം വേണ്ടി വന്നില്ല. 1 ദിവസം മാത്രമേ അവിടെ അതിനുവേണ്ടി കാത്തു കിടക്കുവാൻ കഴിഞ്ഞുള്ളൂ. തുടർന്ന് പ്രതീക്ഷിച്ച കാറ്റ് പിറ്റേ ദിവസം അവർക്ക് ലഭിച്ചു. റെഗ്യോനിൽ നിന്ന് പുത്യോലിക്കുള്ള ദൂരം ഏതാണ്ട് 180 നോട്ടിക്കൽ മൈലാണ്. മണിക്കൂറിൽ 7 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കപ്പൽ ഓടിയാൽ 26 മണിക്കൂർ കൊണ്ട് കപ്പൽ പുത്യോലിലെത്തി ചേരാൻ സാധിക്കും. ഇങ്ങനെ നേപ്പിൾസ് ഉൾക്കടലിൻ്റെ വടക്കേ അറ്റത്തുള്ള തുറമുഖ പട്ടണമായ പുത്യോലിയിൽ ഈ കപ്പൽ എത്തിച്ചേർന്നു. റോമിന് തെക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു ഇത്. ഇറ്റലിക്ക് പടിഞ്ഞാറുള്ള ശാന്തമായ കടലിലൂടെ തെക്കൻ കാറ്റിൻ്റെ ആനുകൂല്യത്തിൽ കപ്പൽ ഓടുമ്പോൾ ഈ പുത്യോലിക്ക് സമീപം അനേക കാര്യങ്ങൾ പൗലോസിന് കാണാൻ കഴിഞ്ഞു. അത് 2 കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഒന്ന്, വെസൂവിയസ് മലമുകൾ ഭാഗങ്ങളാണ്. അത് പൗലോസ് നോക്കുമ്പോൾ, അതായത് 19 വർഷങ്ങൾക്ക് ശേഷം അതിന് സംഭവിക്കുവാൻ പോകുന്നതാണ് ഇവിടെ പൗലോസ് കാണാതിരിക്കുന്നതും. അത് വെസൂവിയസ് എന്ന ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അതിൻ്റെ ലാവയിൽ പോംബെ, ഹെർക്കൂലിയം എന്നീ നഗരങ്ങൾ നശിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല പൗലോസിന് പരിചയമുള്ള ഒരാളും അതിൽപ്പെട്ടു. ഇത് നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരാൾ തന്നെയാണ്, ഫെലിക്സിൻ്റെ ഭാര്യ ദ്രുസില്ല. ഇങ്ങനെ റോമൻ കാലഘട്ടത്തിലെ പുത്യോലിയിലെ ഒരു നല്ല ഭാഗം ഭൂകമ്പങ്ങൾക്കും അതുപോലെ കടൽ ക്ഷോഭങ്ങൾക്കും പ്രയാസങ്ങൾ വരുത്തി അവയെല്ലാം നശിച്ചു പോയിരുന്നു.